അനാവശ്യ ന്യായങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെ തല്ലിയത് വരെ ആദ്യത്തെ ചരിത്രമാണല്ലേ. അവരക്രമത്തിന് വന്നതല്ലല്ലോ. അവരുടെ ആസ്വാദനമില്ലെങ്കിൽ ഈ പൂരപ്രേമികൾ മാത്രമല്ല, ഇത് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിനകത്ത് നിന്ന് ഒരുപാട് കമേഴ്ഷ്യൽസ് അല്ലേ. ആ കമേഴ്ഷ്യൽ ശൃംഖലയോട് നിങ്ങൾ ടി വി ചാനലുകൾ എന്ത് ഉത്തരം പറയും? ഇതെല്ലാം ബിസിനസ് അല്ലേ. പൂരപ്പറമ്പിൽ എത്ര ദിവസത്തെ കച്ചവടമാണ് നടക്കുന്നത്? അതിന് GST ഇല്ലേ? അത് വരുമാനമല്ലേ? എക്സിബിഷൻ മുടക്കിച്ചില്ലേ? ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ? സ്റ്റോള് പൂട്ടിച്ചില്ലേ? അറിഞ്ഞോ നിങ്ങൾ? എന്നെ 2 മണിക്ക് വിളിച്ച് ഞാൻ അവിടുന്ന് 2:10 പുറപ്പെട്ട് അവിടെ ഒരു 2:20 എത്തി. എന്നെ 3/4 മണിക്കൂർ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ആരെയൊക്കെ വിളിക്കണോ അവരെല്ലാം വിളിച്ച് കെഞ്ചിയതാണ്. എനിക്ക് പറ്റാത്ത കണ്ടീഷനായിരുന്നു. എന്നിട്ടും സേവാഭാരതിയാണ് വന്ന് എന്നെ അവിടെ എത്തിച്ചത്. അവിടെ പോയി അവരോട് സംസാരിച്ചു. ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. കാരണം അതെല്ലാം ദേവസ്വത്തിൻ്റെ അവകാശങ്ങളുണ്ട്. അതിനെ നമുക്ക് അങ്ങനെ അങ്ങ് വീറ്റോ ചെയ്യാനൊന്നും ഒക്കത്തില്ല. നമ്മൾ ഔട്ട്സൈഡേഴ്സാണ്. ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അടുത്ത് പോയി സംസാരിച്ചു. അവർക്ക് അതിൻ്റെ ന്യായം മനസ്സിലായി. അവർ വെടിക്കെട്ട് പകലായാലും നടത്താനങ്ങ് തീരുമാനിച്ചു. വൈകുന്നേരത്തേക്ക് പെർമിഷൻ ചോദിച്ചാണ്. ഗൂഢാലോചന എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, കമ്മീഷണർ മാറ്റിയോണ്ട് പ്രശ്നം തീരില്ല. അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിന് അറിയണം. ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പൂര ദിവസം അവിടെ കാണാത്ത BJP സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ജുഡീഷ്യൽ എൻക്വയറി നടത്തി പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികളെ ജനത്തിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവരണം. അർദ്ധരാത്രി ആയതുകൊണ്ട് രാജൻ അവിടെ നിൽക്കേണ്ടതാണ്. ബിന്ദുഗാനത്തിന് പിന്നെ രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ അവർ പോയി കാണും. പക്ഷേ രാജന് ഉത്തരവാദിത്തമുണ്ട്. രാജനിത് കഴിയുന്നത് വരെ സ്ഥലത്ത് നിൽക്കേണ്ടതായിരുന്നു. വെറുതെ നിന്നിട്ട് കാര്യമില്ല. ശക്തമായിട്ട് നിർദ്ദേശം കൊടുക്കണം. ഇപ്പോൾ പെരുമാറ്റച്ചട്ടം ഉണ്ടെന്നൊക്കെ ശരിയാണ്. പക്ഷേ ഒരു ലോ ആൻഡ് ഓർഡർ വഷളാവുമ്പോൾ മന്ത്രിക്ക് ഇടപെടാം. അതിന് പെരുമാറ്റച്ചട്ടം പെരുമാറ്റച്ചട്ടം വരുന്നത് മന്ത്രി എന്ന നില ദുരുപയോഗം ചെയ്യുന്നതിനാണ് പെരുമാറ്റച്ചട്ടം. മന്ത്രി എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ട ചുമതല ചെയ്യുന്നതിന് പെരുമാറ്റച്ചട്ടം പ്രശ്നമില്ല. നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് വിഷയം മാറുന്നു. പൂരം മുടക്കിയത് ആർക്ക് വോട്ടാകും? പോലീസിന്റെ അമിതമായ അധികാരപ്രയോഗം സർക്കാരിനും LDFനും വിനയാവുകയാണോ? കെ മുരളീധരൻ പറഞ്ഞതുപോലെ പൂരം മുടക്കിയത് BJPയും CPMും തമ്മിലുള്ള ഡീലാണോ? ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF സ്ഥാനാർത്ഥി ആവശ്യപ്പെടുന്നു. ഗൂഢാലോചന എന്ന് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ ശരിക്കും എന്താണ് സംഭവിച്ചത്? തൃശൂരിൽ പൂരം മുടങ്ങിയത് ആർക്ക് വോട്ടാകും? കെ കേശവദാസ് പൂരപ്രേമി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. BJP പ്രതിനിധിയായി രാധാകൃഷ്ണ മേനോൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ജിൻഡോ ജോൺ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. പ്രധാനപ്പെട്ട അതിഥികളിലേക്കും ചർച്ചയിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. സുന്ദരിത്തട്ടുകട തൃശ്ശൂർ പൂരം നമുക്കറിയാം. തൃശ്ശൂരിന്റെ സാംസ്കാരിക ഉത്സവമാണ്. അത് അവിടെ നടക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു കഴിഞ്ഞ ദിവസം എന്നുള്ളതാണ്. അത് പോലീസിന്റെ അതിക്രമം, പോലീസ് നടത്തിയ പൂരം എന്നാണ് അതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇത്ര വലിയൊരു സംഭവം തൃശ്ശൂരിൻ്റെ വൈകാരികതയെ ബാധിക്കത്തക്ക വിധത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട അതിഥികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജിൻഡോ ജോൺ ഉണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയായി, ശ്രീ രാധാകൃഷ്ണ മേനോനും ശ്രീ കെ കേശവദാസും പൂരപ്രേമി അദ്ദേഹവും നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജിൻഡോ ജോൺ ആദ്യം ശരി. ജിൻഡോ ജോൺ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മുരളീധരനാണ്. അത് പറഞ്ഞു വെക്കുന്നത് ഒരു പൂരം മുടക്കിയതിന് പിറകിൽ ഒരു ഡീലുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത്തരം ഒരു ഡീൽ കോൺഗ്രസ് സംശയിക്കുന്നത്?
രഞ്ജിത്ത്, ഇതില് ഈ LDF സർക്കാർ, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും പരിശോധിക്കൂ. വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ നയപരിപാടികൾ നമ്മൾ കൃത്യമായിട്ട് മുൻകാലങ്ങളിലും കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പൊ ശബരിമലയിൽ ബിന്ദു അമ്മിണിയെ പോലെ, രഹ്ന ഫാത്തിമയെ പോലുള്ള ആക്ടിവിസ്റ്റുകളെ കയറ്റാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വിധിയെ മറയാക്കിക്കൊണ്ട് 1000-900 പോലീസുകാരെ അകമ്പടി നിർത്തി പോലീസിന്റെ യൂണിഫോം വരെ ഇട്ട് ആൾമാറാട്ടം നടത്തുന്ന രീതിയിൽ ആ ശബരിമലയിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് ഈ സർക്കാർ എന്താണ് അന്ന് ലക്ഷ്യവെച്ചിരുന്നത്? അത് എത്രത്തോളം കലാപകലുഷിതമായ സാഹചര്യമാണ് കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുണ്ടാകുന്നത്? വിശ്വാസികളുമായിട്ട് സർക്കാർ നിരന്തരം ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? എത്ര ആയിരക്കണക്കിന് വിശ്വാസികൾ പോലീസ് കേസിൽ പ്രതിയാകപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? സർക്കാർ അതിനുശേഷം അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു. അതിരൂക്ഷമായിട്ടുള്ള ജനവികാരം തന്നെ ഉണ്ടായി. വിശ്വാസികളുടെ ഭാഗത്തുള്ള അതിരൂക്ഷമായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടായി. അത് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ പിന്നോട്ട് പോകുന്ന കാര്യം നമ്മൾ കണ്ടു. അന്ന് ബിന്ദു അമ്മിനെയും രഹ്ന ഫാത്തിമയൊക്കെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ 10,000 പോലീസുകാരുടെ അകമ്പടി കൊടുത്ത പിണറായി വിജയൻ അത്തരം സന്നാഹങ്ങളും സംവിധാനങ്ങളും ഇന്ന് ഒരുക്കിയിരുന്നെങ്കിൽ ഈ വർഷം ശബരിമലയിൽ വന്ന അയ്യപ്പ ഭക്തന്മാർ, പല സംസ്ഥാനങ്ങളിൽ വന്ന അയ്യപ്പ ഭക്തന്മാർ, ആയിരക്കണക്കിന് ആളുകൾ അവരുടെ മാതൃഭാഷയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രാഗിക്കൊണ്ട് നിലയ്ക്കലും പമ്പയിലും വെച്ച് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ഒരു 12 വയസ്സുള്ള കുട്ടി ശബരിമലയിൽ കുഴഞ്ഞു വീണ് മരിക്കില്ലായിരുന്നു. അപ്പൊ കേരളത്തില് ശബരിമല എന്നുള്ള ഹൈന്ദവ വിശ്വാസം എന്ന് മാത്രമല്ല, ഇസ്ലാം മതവിശ്വാസികളോടും ക്രൈസ്തവ വിശ്വാസികളോടും ഒക്കെ വിശ്വാസപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ, സാംസ്കാരിക തനിമയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളിലൊക്കെ ഈ ഇടത് സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ നയപരിപാടിയിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അവരെല്ലാ കാലത്തും തുടരുന്ന പരിപാടി ഇപ്രാവശ്യവും ചെയ്തു എന്ന് മാത്രമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഒരു മന്ത്രിക്ക് ചുമതല കൊടുക്കുന്നു കെ രാജൻ എന്ന് പറഞ്ഞ മന്ത്രി അതിന്റെ കൃത്യമായിട്ടുള്ള എല്ലാ അവലോകനം നടത്തുന്നു. സർക്കാർ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ വിജയകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പൂരത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുന്നതൊക്കെ മന്ത്രി നിരന്തരം പറയുകയും പത്രസമ്മേളനം വിളിക്കുകയും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് പോലീസിന്റെ അനാവശ്യമായിട്ടുള്ള അതിക്രമപരമായിട്ടുള്ള ഇടപെടൽ മൂലം പൂരം അലങ്കോലമാക്കപ്പെടുന്നത്. അതിന്റെ സമയക്രമം തെറ്റുന്നു, അതിന്റെ ശോഭ കെടുത്തുന്നു. അതായത് അതിന് വരുന്നത് ഹിന്ദു മതവിശ്വാസികൾ മാത്രമല്ല, പൂരം 2 പാറമേക്കാവാലിന്റെയും അല്ലെങ്കിൽ മറ്റ് 2 ദേവസ്വങ്ങളുടെ ആളുകൾ മാത്രമല്ല, പൂരം കാണാൻ വരുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക തനിമയുടെ ഒരു പ്രഘോഷണമാണ് തൃശൂർ പൂരം. കേരളത്തെ അടയാളപ്പെടുത്തുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് തൃശൂർ പൂരം. ലോകം മുഴുവൻ ഈ സംസ്ഥാനത്തെ അടയാളപ്പെടുത്തുന്നതിൽ ഒന്നാണ്. അപ്പോൾ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, സംസ്കാരങ്ങളിൽപ്പെട്ട ആളുകൾ, ഇന്ത്യയുടെ പുറത്തും നിന്നുള്ള ആളുകൾ ഒക്കെ വന്നുകൂടുന്ന ഈ പൂരത്തിന്റെ ശോഭ കെടുത്തിയ ഈ സർക്കാരിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് കാലമാണ്. അവിടെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ത്രികോണ മത്സരം എന്ന അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ പറയാവുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ. അവിടെ BJPയെ സഹായിച്ചതുകൊണ്ട്, സുരേഷ് ഗോപിയെ സഹായിച്ചതുകൊണ്ട്, CPM-ന് ഇങ്ങനെ ഒരു നാടകം സൃഷ്ടിച്ചുകൊണ്ട് അവരെ സഹായിക്കുക എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാനുള്ളൊരു പാടുകൊണ്ടാണ് ചോദിക്കുന്നത്. അവിടെ എന്ത് തരത്തിലുള്ള ഡീലാണ്? അല്ലെങ്കിൽ ഈ പോലീസിൻ്റെ ഒരു ആക്ഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പോലീസാണ് അവിടെ ഇടപെടുകയും ഇത്തരം ഒരു കമ്മീഷൻ നേതൃത്വത്തിൽ അവിടെ ഇത്തരം സംഭവവികാസങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത് അവിടെ മന്ത്രിമാരെത്താൻ വൈകി എന്നത് ശരിയാണ്. ഉത്തരവാദിത്തപ്പെട്ട ചുമതലക്കാർ എത്താൻ വൈകിയത് ശരിയാണ്. അതിനപ്പുറത്ത് മറ്റെന്തു ഡീൽ? അതിപ്പോൾ ഡീലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ CPM തീരുമാനിക്കണം, അവരുടെ ഉന്നത പാർട്ടി തീരുമാനിക്കണം, ഇങ്ങനൊരു സംഭവത്തിലേക്ക് കൊണ്ടുവരണം. അതൊക്കെ വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ആരോപണത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ളത്. അല്ല രഞ്ജിത്ത്, അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇത് പക്ക സിനിമാറ്റിക് ആയിട്ട് നടത്തിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ്, അതിന്റെ ആവിഷ്കരണമാണ് നടന്നത്. ഞങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അപ്പം നീ പെട്ടെന്ന് സംഘടിച്ച് അവിടെ എത്തണം, അപ്പോൾ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. നായകനായിട്ട് അവതരിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുകയും ഈ നായകൻ തന്നെയാണ് ആസൂത്രണം ചെയ്യുന്നതെന്നുള്ള രീതിയിലുള്ള സിനിമാ തിരക്കഥകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിന് സമാനമാണ് തൃശൂർ പൂരത്തിന്റെ കാര്യങ്ങൾ. പോലീസ് ഇടപെട്ട് അലങ്കോലപ്പെടുത്തുന്നു, നാട്ടുകാരും പൂരപ്രേമികളും അതിൽ പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക താല്പര്യത്തോടെ സേവാഭാരതിയുടെ ആംബുലൻസിൽ പാഞ്ഞെത്തുന്ന NDAയുടെ സ്ഥാനാർത്ഥിയുടെ ഇടപെടൽ മൂലം പൂരം വീണ്ടും നടക്കുന്നു. അതിന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുന്നു എന്നുള്ളൊരു ഇമേജ് സൃഷ്ടിക്കുന്നതിലൂടെ NDA സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് പൂരപ്രേമികളുടെ മനസ്സിൽ ഒരു ഇടം നൽകാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു റിസർച്ചാണ് അവിടെ നടന്നത്. അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. സുനിൽകുമാർ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ, പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ്. കേരളത്തിന്റെ മന്ത്രി
ഈ സർക്കാരിന്റെ വീഴ്ചയാണ്. സർക്കാർ ഒരു പ്രത്യേക മന്ത്രിയെ ചുമതലപ്പെടുത്തി ആ മന്ത്രി പറയുന്നു പൂരത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നു, അതെല്ലാം കൃത്യമായിട്ട് നടക്കുമെന്ന് പറഞ്ഞാൽ വീഴ്ച അവരുടെയാണ്. അപ്പൊ അവരുടെ അറിവില്ലാതെ ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൗനാനുവാദത്തോടെ അത് നടക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ അറിവില്ലാതെ നടക്കില്ല. അങ്ങനെ അറിവില്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തമാർക്ക? അത് സർക്കാരിനാണ്. അതിന്റെ ഗുണമാർക്ക കിട്ടുന്നത്? BJPക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. BJPയുടെ സ്ഥാനാർത്ഥി അറിയുന്നു, LDFന്റെ സ്ഥാനാർത്ഥി പോലും അറിയുന്നില്ല. LDFന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് കൂടി മനസ്സിലാക്കണം. CPIയുടെ ആണ്. LDFിലെ CPI എന്ന് പറഞ്ഞ രണ്ടാമത്തെ പാർട്ടിയുടെ നേതാവാണ് അവിടെ മത്സരിക്കുന്നത്. CPMന് അവിടെ പ്രത്യേകിച്ച് ഒരു നഷ്ടവുമില്ല. LDF കാൻഡിഡേറ്റ് തൃശൂർ തോറ്റാൽ ഒരു നഷ്ടവുമില്ല. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാലും അവിടെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്താലും CPMന് ഒരു നഷ്ടമില്ല. പന്ന്യൻ രവീന്ദ്രന്റെ പരാജയം ഉറപ്പാക്കുന്നതിൽ അവർക്ക് എന്താ നഷ്ടമുള്ളത്? അപ്പോ അവിടെ ശശി തരൂരിന് രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ ഒരു മത്സരം നടക്കുകയാണെങ്കിൽ പന്ന്യൻ രവീന്ദ്രനെ ബലി കൊടുത്തുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ പറ്റിയാൽ CPMന് നഷ്ടമില്ല. തൃശൂരും അത് തന്നെ പറ്റുമോ എന്നുള്ള റിസർച്ച് നടത്തുന്നു. അവിടെയും CPMന് നഷ്ടമൊന്നുമില്ല. CPMന് ലാഭമാണ്. കരുവന്നൂർ ഉൾപ്പെടെ, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ, ലൈഫ് മിഷൻ കേസ് ഉൾപ്പെടെ, എക്സാലോജിക്കിന്റെയും കരിമണൽ കർത്തയുടെയും ഒക്കെ കേസുമായി ബന്ധപ്പെട്ട SFI അന്വേഷണം ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങളൊക്കെ തടസ്സപ്പെടുത്താൻ ഒരു പൂരം അലമ്പാക്കിയാൽ എന്താ, ഒരു കുടമാറ്റം കുളമാക്കിയാൽ എന്താ, ഒരു കുഴപ്പമില്ലെന്നാണ് CPM നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാർ വിചാരിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഈ ഡീലാണ് സംശയിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇവിടെ ഇന്ന് മുരളീധരൻ പറഞ്ഞത് പൂരപ്പറമ്പിലെങ്ങും കാണാതിരുന്ന, തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അവിടെയൊന്നും കാണാതിരുന്ന NDA സ്ഥാനാർത്ഥി ഈ സംഭവം നടക്കുമ്പോൾ സേവാഭാരതിയുടെ ആംബുലൻസിൽ വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. ശ്രീ ജിൻഡോ ജോണും പറഞ്ഞു വെക്കുന്നതാണ്. കാരണം അങ്ങനെ ഈ സിനിമകളിൽ കാണുന്നതിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്ത് മടക്കുന്നു. പിന്നീട് ഈ സൈബർ അണികൾ വലിയ തോതിൽ സുരേഷ് ഗോപി ഇടപെട്ടതുകൊണ്ടാണ് ഈ പൂരം ആ ചടങ്ങുകളുടെ വൈകിയെങ്കിലും കാര്യങ്ങൾ നടന്നത് എന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തെടുത്ത ഒരു തിരക്കഥ അതാണോ അവിടെ സംഭവിച്ചത്? അത്തരത്തിലാണ് ആരോപണം ഉയരുന്നത്. അല്ല, ഇവിടെ UDF സ്ഥാനാർത്ഥി കാണാതിരുന്നത് അദ്ദേഹം പൂരം നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും കവിഴ്ന്ന് കിടന്നുറങ്ങിയോ എന്നറിയില്ല. അതേസമയത്ത് തന്നെ ഈ സുരേഷ് ഗോപി പൂരം തുടങ്ങുന്ന ദിവസവും നടക്കുന്ന ദിവസവും അതിൻ്റെ തലേന്നും അതിനുശേഷവും എല്ലാം അവിടെ പൂർണ്ണമായിട്ടുമുള്ള ആളാണ്. അത് ഈ പൂരത്തിന് മാത്രമല്ല, ഇതിന് മുൻ വർഷങ്ങളിലും സമാനമായി അദ്ദേഹം അവിടെയുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ പറഞ്ഞ ഈ അലങ്കോലമാക്കാനുള്ള പരിശ്രമം ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് മാത്രമല്ല നടന്നത്, കഴിഞ്ഞ വർഷവും നടന്നു. അപ്പം കഴിഞ്ഞ വർഷം ആരുടെ ഡീലായിരുന്നു എന്ന ഈ ഡീൽ ആരോപണം ഉന്നയിച്ചവർ പറയണം. അപ്പം ഇവർ UDF LDF കൂടി ഇതിനൊരു ഡീലുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം പൂരം എന്ന് പറയുന്നത് ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്ഷേത്ര ചടങ്ങാണ്. അത് ക്ഷേത്ര ചടങ്ങല്ല എന്ന് വരുത്താനുള്ള താല്പര്യം ആർക്കൊക്കെ ഉണ്ട് ഇവിടെ. ആ ക്ഷേത്ര ചടങ്ങുകൾ മുടക്കാനുള്ള താല്പര്യം ആർക്കൊക്കെ ഉണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതാണ് ശബരിമലയിൽ സംഭവിച്ചത്. ബിന്ദു അമ്മിണിയെയും ഒക്കെ ചാക്കി കെട്ടിക്കൊണ്ട് പോയത് എന്തിനാ? ക്ഷേത്രത്തിൻ്റെ ആചാരം മുടക്കാനാണ്. അപ്പം ഈ ആചാരം മുടക്കാൻ രാക്ഷസന്മാരെ പോലെ അവതരിക്കുന്നവരായി കമ്മ്യൂണിസ്റ്റുകാരുടെ പോലീസുകാർ ഭരണത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ട്, ഭരണത്തിൻ്റെ ബലം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രയോഗം ഇത് ശബരിമലയ്ക്ക് ശേഷം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അത് ഈ പൂരപ്പറമ്പിൽ മാത്രമല്ല, ഇപ്രാവശ്യം മാത്രമല്ല, കഴിഞ്ഞ പൂരത്തിനും ഏതാണ്ട് സമാനമായി പോലീസുകാരും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വെടിക്കെട്ടടക്കം പൂരത്തിൻ്റെ ചടങ്ങുകളെ സംബന്ധിച്ച് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ തടയാനുള്ള തീവ്രമായ പരിശ്രമവും നടക്കുന്നുണ്ട്. അപ്പം പൂര ആഘോഷങ്ങൾ ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നതിനെ ആണ് ഇവിടെ തടയുന്നത്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോ സുഹൃത്തിനോടും അതേപോലെ തന്നെ കേൾവിക്കാരോടും പറയാനുള്ളത്, ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, അത് ആ ജനവിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മതം പഠിക്കാൻ മദ്രസകളില്ല, വേദപാഠശാലയില്ല. ഈ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ജനവിഭാഗങ്ങൾ അവരുടെ ആരാധനാ രീതി പുതിയ തലമുറയുടെ പോലും മനസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ആരാധനാ രീതിയെ ഇല്ലാതാക്കാൻ, ആചാരങ്ങളെ ഇല്ലാതാക്കാൻ ആസൂത്രിതമായി ആര് ശ്രമിച്ചാലും അതിനെ മതത്തിനതീതമായി എല്ലാ വിശ്വാസികളും ഒരുമിച്ച് എതിർക്കുന്ന കാഴ്ചയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം പൂരപ്പറമ്പിൽ നമുക്കറിയാം, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂരപ്പറമ്പ് പോലും വിവാദത്തിലാണ്. ക്ഷേത്രത്തിന് അവകാശം ഇല്ല എന്നുള്ള മട്ടിലാണ് ഇപ്പം പലരും ഇടപെടുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര സ്വത്തുക്കൾ, ആ സ്വത്തുക്കളെല്ലാം
കയ്യേറിയിട്ട് ക്ഷേത്ര ചടങ്ങ് പോലും അവിടെ നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ബാരിക്കാഡ് വെച്ച് തടയാൻ പോലീസിന് ആരാ അവകാശം കൊടുത്തേ? അതിനെയൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന UDF-ന്റെ അടക്കം നേതാക്കന്മാർ സ്ഥാനാർത്ഥിയും ഒക്കെ ഇപ്പോൾ ഡീലാണ് എന്ന് പറഞ്ഞിറങ്ങിയാൽ അതൊക്കെ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് തൃശ്ശൂരിലെ വോട്ടർമാർ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ വിശ്വാസികളും. ഇത് ഈശ്വര വിശ്വാസികളുടെ ആരാധനാ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്നവരോട് നടത്തുന്ന വെല്ലുവിളിയാണ്. അവിടെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചടങ്ങുകൾ മുടക്കാൻ വേണ്ടി നടത്തിയ ശ്രമവും ഇതുമൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഇതൊരു ക്ഷേത്രത്തിൽ മാത്രമല്ല. ഇപ്പോൾ ഈ തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് അക്ഷരാർത്ഥത്തിൽ ക്ഷേത്രങ്ങളുടെ നാടാണ്. ഇപ്പോൾ വടക്കുംനാഥനും ഗുരുവായൂരപ്പനും കൊടുങ്ങല്ലൂരമ്മയും അടക്കമുള്ള ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് തൃപ്രയാർ ക്ഷേത്രം, നാലമ്പലം, ഇതെല്ലാമായി ബന്ധപ്പെട്ട് ദൂരദിക്കുകളിൽ നിന്നടക്കം എത്തിച്ചേരുന്ന വിശ്വാസികളാണ് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെ പോലും ആധാരം. അവരെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് തൃശ്ശൂർ ജില്ലയുടെ സാമ്പത്തിക സ്രോതസ്സുകളും അവിടുത്തെ സംവിധാനങ്ങളും എല്ലാം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനെയെല്ലാം മാറ്റിമറിക്കാനും വെല്ലുവിളിക്കാനും ആഗ്രഹിക്കുന്ന ശക്തികളെ, ആ ശക്തികളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ എതിർക്കാൻ ശേഷിയില്ലാതെ അതിനൊപ്പം നിൽക്കുന്നവരാണ് കോൺഗ്രസ്സുകാരും UDF-കാരും. അവരും ഏതാണ്ട് സമാനമായി തന്നെ ജിഹാദികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുന്നവരാണ്. അപ്പോൾ ആ നിലയിൽ ഈ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അത് പൂരപ്പറമ്പിൽ ഇതേ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യവും ചില വെല്ലുവിളികൾ അവിടെ ഉണ്ടായി എന്ന് ആരോപണമുണ്ടല്ലോ, അല്ലെ പോലീസുകാരുടെ ഭാഗത്തു നിന്ന്. അപ്പം തീർച്ചയായിട്ടും ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇതിനെ വളരെ ആസൂത്രിതമായി കൃത്യമായി ഈ പ്രാവശ്യത്തെ പൂരത്തിന് വേണ്ടി അല്ലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് കുറേയേറെ കാലമായി പൂരത്തെ തന്നെ ഹൈജാക്ക് ചെയ്യാൻ, പൂരത്തിൻ്റെ നടത്തിപ്പിനെയും പൂരത്തിൻ്റെ ആചാരങ്ങളെയും ഹൈജാക്ക് ചെയ്ത് അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്ത് അതിനെ വെറും ഒരു എക്സിബിഷൻ പോലെയുള്ള ഒരു പരിപാടിയാക്കി മാറ്റാൻ ആരാണോ ആസൂത്രണം ചെയ്യുന്നത്, അതിന് പൂരത്തിൻ്റെ പകിട്ട് കളഞ്ഞ് പൂരത്തിൻ്റെ പ്രാധാന്യമില്ലാതാക്കി, വിശ്വാസവുമായി ബന്ധമില്ലാതാക്കി, ക്ഷേത്രവുമായി ബന്ധമില്ലാതാക്കി പൂരത്തെ എക്സിബിഷനാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാരാണ്? അവരാണ് ഈ തകർക്കലിന്റെ പിന്നിലുള്ളത്. അവർക്കെതിരെയുള്ള അതാണ് ഈ പറയുന്നത്. ഈ കോൺഗ്രസിന്റെ ആരോപണം, കോൺഗ്രസിന്റെ ഡീൽ എന്ന ആരോപണത്തിന് ഒരു സംഗതി വരുന്നത്, അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്, നമുക്കറിയാം അവിടെ വലിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മുരളീധരൻ പറയുന്നത് മത്സരം BJP-യും കോൺഗ്രസും തമ്മിലാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അത്രത്തോളം ശക്തമായൊരു മത്സരം നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു മണ്ടത്തരം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് LDF-ന്റെ സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് നടത്തുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പോലീസിൻ്റെ ഈ ചെയ്തികൾ നേരത്തെ അറിഞ്ഞുകൊണ്ട് സംഗതികൾ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളതാണ്. കാരണം വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു അവിടെ. ഓരോ സീറ്റും നിർണായകമായ മത്സരമാണ്. ഒരുപാട് തെളിയിക്കാനുണ്ട് സർക്കാരിനും CPM-നും CPI-ക്കും ഒക്കെ. അവിടെ ഇത്തരമൊരു മണ്ടത്തരം കാണിക്കുമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ക്ഷേത്രത്തിലെ വിളക്കെടുത്ത് വരുന്ന എഴുന്നള്ളത്തിനെ പോലീസ് തടയുക എന്ന് പറഞ്ഞാൽ അതാരുടെ തീരുമാനം? അപ്പോൾ ക്ഷേത്ര വിളക്ക് വഹിച്ചുകൊണ്ട് വരുന്ന എഴുന്നള്ളത്ത് അതിനെ ബാരിക്കാഡ് വെച്ച് തടഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് ആ ക്ഷേത്രാചാരങ്ങൾ ആ മൈതാനത്ത് നടത്തണ്ട എന്ന തീരുമാനം അത് ഇപ്പോൾ ഉത്സവവുമായി ഈ പൂരവുമായി ബന്ധപ്പെട്ടുള്ളതല്ല, മറിച്ച് ഈ ആചാരങ്ങളെ മുഴുവൻ അട്ടിമറിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറെ കാലമായി പൂരവുമായി ബന്ധപ്പെട്ട അടക്കം ഉണ്ടാക്കുന്ന കോലാഹലങ്ങളുടെ തുടർച്ചയാണ് എന്നാണ് ഞങ്ങൾ വ്യക്തമായി ആരോപിക്കുന്നത്. അവിടെയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെയും അതിനെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെയും ഒക്കെ ഹിഡൻ അജണ്ട വ്യക്തമാകുന്നത്. അവര് അയോധ്യയിലെ രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ അതിനെ എതിർത്തവരാണ്. ഇവരൊരുമിച്ചാണ് എതിർക്കുന്നത്, രാമക്ഷേത്രത്തെ എതിർക്കുന്നത്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും ഇവിടുത്തെ ആ ജനങ്ങളുടെ വിശ്വാസപരമായ വികാരത്തെയും ഒന്നും മാനിക്കാത്ത സമീപനം ഒരുമിച്ചെടുക്കുന്നവരാണ് ഈ രണ്ട് മുന്നണികളും. ശരി, അവരൊരുമിച്ച് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ
കേരളത്തിൽ ഉടനീളം നിലപാടെടുക്കുന്നത്. ശരി, ശ്രീ കേശവൻ തിരിച്ചു വരാം. ദയവായി തുടരുക. ശ്രീ കേശവദാസ്, ഇവിടെ ഈ പൂരം പൊളിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളത്, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്ന് സുനിൽകുമാർ LDF സ്ഥാനാർത്ഥി പറയുന്നു. മറുവശത്ത് സർക്കാരിന്റെ കൂടി മൗനാനുവാദത്തോടെ, ആഭ്യന്തര വകുപ്പിന്റെ മൗനാനുവാദത്തോടെ നടന്ന സംഭവമാണ് എന്നും മനഃപൂർവ്വമായ ഒരു ശ്രമം ഇതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ പൊളിക്കാനുള്ള, നമുക്കറിയാം അത്രത്തോളം പ്രാധാന്യമുണ്ട് ഓരോ ചടങ്ങിനും, അത് അതിന്റെ വൈകാരികതയോടെ അതേ രീതിയിൽ തന്നെ നടക്കേണ്ട ചടങ്ങുകളുമാണ്. അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിങ്ങനെ ഇടപെട്ട് ഇത്തരം കാര്യങ്ങൾ തടസ്സപ്പെടുത്തുക, നേരത്തെയുള്ള ധാരണയൊക്കെ അട്ടിമറിച്ച് തടസ്സപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണോ എന്ന ചോദ്യം അത് ഗൗരവമുള്ളതല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ തൃശ്ശൂർ കാരൻ എന്നുള്ള രീതിയിൽ, ഞാനിപ്പോൾ തൃശ്ശൂർ തിരുവമ്പാടി വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ്. തൃശ്ശൂർ ഒരു പൂരം ഇത്രയും വർഷമായിട്ട് നടന്നു വരുന്ന ഒരു പൂരം, ആ പൂരത്തെ അട്ടിമറിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടം ആർക്കുണ്ടാവും എന്നുള്ളതാണല്ലോ ഒരു ചോദ്യം. പക്ഷെ ആ രീതിയിൽ തൃശ്ശൂർക്കാരും ചിന്തിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലിപ്പോ രാഷ്ട്രീയം കാണുന്നത്, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് എല്ലാവരും ഉൾപ്പെടുന്ന, നേരത്തെ രണ്ടു കൂട്ടരും സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു വിശ്വവിഖ്യാതമായ ലോകോത്തരമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയാണ്. അത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്നു, ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒരു ആഘോഷമായി കൊണ്ടു നടക്കുന്ന തൃശ്ശൂർ പൂരത്തെ രാഷ്ട്രീയമായിട്ട് മാറ്റുന്നത് കൊണ്ട് നേട്ടം ആർക്കുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന് ഉപയോഗിക്കുന്നവർക്ക് നഷ്ടമേ ഉണ്ടാവൂ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം അത് ആ രീതിയിൽ തൃശ്ശൂർ നിവാസികളെ കാണുന്നത് അവരെ കുറച്ച് കാണുന്നതിന് തുല്യമാണ്. കാരണം ഞങ്ങളെ പോലെയുള്ള തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ നിവാസികൾ വെറും ഈ പൂരത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിന് ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഈ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഇതേ പല പ്രശ്നങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷമാണ് ഈ നമ്മുടെ ആരോപണ വിധേയനായിട്ടുള്ള കമ്മീഷണർ ശ്രീ അങ്കിത് അശോകൻ അദ്ദേഹം ചാർജ് എടുക്കുന്നത്. ആ ചാർജ് എടുത്തതിന്റെ തൊട്ട് പിന്നാലെയാണ് തൃശ്ശൂർ പൂരം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്തും അദ്ദേഹത്തിന്റെ പല ഇടപെടലുകളും, ആ സമയത്തും പല പ്രശ്നങ്ങളുണ്ടായി. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തന്നെ പോലീസിന് ലാത്തി വീശുന്ന ഒരു അനുഭവം വരെ കഴിഞ്ഞ വർഷം ഉണ്ടായി, തെക്കോട്ടിറക്കത്തിന്റെ സമയത്ത്. പക്ഷേ അതേ ഉദ്യോഗസ്ഥനെയാണ് ഇത്തവണയും നിയോഗിച്ചത്. അതേ ഉദ്യോഗസ്ഥനെ ഇയാൾ ഇത്തരം കുഴപ്പക്കാരനാണ്, അല്ലെങ്കിൽ നേരത്തെ സമാനമായ അനുഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ അയാളെ അവിടെ നിയോഗിച്ച സർക്കാരും ആഭ്യന്തര വകുപ്പും ഒക്കെ കുറ്റക്കാരാണെന്ന് വരില്ലേ? പങ്കില്ല എന്ന് പറയാൻ സാധിക്കുമോ? അതായത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം. കാരണം രണ്ട് കാര്യമാണ് ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ പൂരത്തിനുമായി ബന്ധപ്പെട്ട് ഈ വിഷയം നടക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അവിടെ വടക്കുന്നാഥിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. കാരണം ഞാൻ വടക്കുന്നാഥിൽ ഒരു ഭാരവാഹിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് അവിടെ ഈ പറയുന്ന എല്ലാവരുമായും, കളക്ടറായും IG-യുമായും DIG-യുമായും ഒക്കെ നിരന്തരം ബന്ധപ്പെടാനുള്ള ഒരു അവസരം ലഭിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നെങ്കിൽ, കാരണം ഈ കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നത് കൊണ്ട് കോഡ് ഓഫ് കോണ്ടക്ട് വരുന്നതിന് മുമ്പ് നടന്ന യോഗങ്ങളിലെല്ലാം മന്ത്രിതല ചർച്ചകളാണ് നടന്നിരുന്നത്, ജനപ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. പക്ഷേ ഈ കോഡ് ഓഫ് കോണ്ടക്ട് വന്നതിന് ശേഷം ദേവസ്വങ്ങളുമായിട്ട് നടന്ന മീറ്റിങ്ങുകളിലെല്ലാം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് പങ്കെടുത്തിരുന്നത്. അപ്പോൾ ഇത് അതിനെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഇഷ്ടപ്രകാരം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ തുടർന്ന് അത് ഇന്ന് നമ്മുടെ തിരുവമ്പാടി ദേവസ്വം പോലും ഇന്ന് പത്രസമ്മേളനം നടത്തി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവര് തീരുമാനം എടുത്തതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മിനിറ്റ്സ് പോലും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ നീക്കങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളത്. കാരണം അതിൽ തീരുമാനമെടുത്ത പ്രകാരം 11 മണിക്ക് 10 മണിക്ക് 11 മണിക്കോ ബാരിക്കേഡ് വെച്ച് അടയ്ക്കാൻ പാടില്ല. കാരണം 2 മണിക്കാണ് നമ്മൾ വെടിക്കെട്ടിന് എല്ലാ പ്രാവശ്യവും ഈ റൗണ്ടിൽ നിന്ന് ആളുകളെ മാറ്റുന്നത്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയം വന്നത്. ഈ ഏറ്റവും അവസാനം ഈ പൂരം വെടിക്കെട്ട് മാറ്റിവെക്കാനുള്ള സാഹചര്യം വരെ വന്നത് അതിന് മുമ്പുണ്ടായ പല സംഭവങ്ങളുണ്ട്. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ അകത്തുണ്ടായ സംഭവങ്ങളുണ്ട്. ഈ കൊടയടക്കം പട്ടടക്കം കൊണ്ടുപോയ ആളുകളെ തടഞ്ഞിട്ട് വടക്കുന്നാഥിലെ മേൽശാന്തി തടഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല ചെറിയ ചെറിയ സംഭവങ്ങൾ പല ഭാഗത്തും പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇതിനൊരു പ്രധാന കാരണം ഇതില് ഈ പൂരവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ തൃശ്ശൂരുമായി അറിയുന്ന ഉദ്യോഗസ്ഥന്മാരെ ആരെയും ഇത്തവണ അതിൽ നിയോഗിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം അത് എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. കാരണം പൂരവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്ന പല ഉദ്യോഗസ്ഥന്മാരും ഇത്തവണ പൂരം കാണാൻ നടത്തുകയായിരുന്നു. കാരണം അവർക്ക് ആർക്കും ഡ്യൂട്ടി ഇല്ല. അപ്പൊ ഈ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് ഈ പുറമേ നിന്ന് മറ്റു ജില്ലകളിൽ നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പോലീസുകാരാണ് ഈ 3500 പോലീസുകാരോട് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ DVSPമാരടക്കമുള്ള എല്ലാവരും പല ഡ്യൂട്ടികളും കൊടുത്തിട്ടുള്ളവർക്ക് അവർക്ക് സ്ഥലം പോലും പരിചയമില്ല. കാരണം അവരൊരു ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത ആളുകളാണ്, അല്ലെങ്കിൽ ഇതിന് ചടങ്ങ് മനസ്സിലാക്കാത്ത ആളുകളാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം അതിനൊരു ഘടകമാണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്
ഈ കമ്മീഷണർ എന്നുള്ള രീതിയിൽ കമ്മീഷണറിന്റെ പല ധിക്കാരപരമായിട്ടുള്ള ധാർഷ്ട്യപരമായിട്ടുള്ള ചില സമീപനങ്ങൾ പല സമയത്തും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് ദേവസ്വങ്ങളുമായിട്ടുള്ള ഒരു വടംവലിക്ക് കാരണമായിട്ട് വന്നിട്ടുള്ളത്. ശരി, അപ്പോൾ പൂർണ്ണമായും പോലീസിന്റെ ഒരു വീഴ്ച എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു പൂരപ്രേമി കൂടിയാണ്. തിരിച്ചു വരാം. പ്രധാനപ്പെട്ട അതിഥികൾ തുടരുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ കോൺഗ്രസും ഒപ്പം താങ്കൾ സംസാരിച്ചപ്പോഴും ശ്രീ രാധാകൃഷ്ണൻ സംസാരിച്ചപ്പോഴും ഒക്കെ ഈ വിഷയത്തെ ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി. അത്തരത്തിൽ അതിനോട് സമാനമായി തന്നെ ഇതിനെ കാണണമെന്ന് പറയുന്നത്. കാരണം ആചാരപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാർ സംവിധാനം ശ്രമിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ശബരിമല വിഷയമുണ്ടായപ്പോൾ പ്രചണ്ഡമായ പ്രചരണവും വലിയ നേട്ടവും BJP നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും കോൺഗ്രസ് ആണ് അതിൻ്റെ യഥാർത്ഥ ഉപഭോക്താവായി മാറിയത്. സമാനമായ ഒരു നേട്ടം ഇത് രാഷ്ട്രീയ വിഷയമാക്കുന്നതിലൂടെ, അങ്ങനെ വിശേഷിപ്പിക്കുന്നതിലൂടെ കോൺഗ്രസ് ഇത്തവണയും ആഗ്രഹിക്കുന്നുണ്ടോ, ശ്രമിക്കുന്നുണ്ടോ? രഞ്ജിത്തെ, അങ്ങനെ വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ ഈ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന ഇത്തരം ദ്രോഹങ്ങളുടെ പേരിൽ അതിൽ നിന്നൊരു നേട്ടം കൊയ്യാൻ കോൺഗ്രസോ UDFോ ആഗ്രഹിക്കുന്നില്ല. അത് അർദ്ധശങ്കയ്ക്കിടയിൽ അത് പറയുകയാണ്. ഈ വിഷയത്തിൽ സർക്കാരിനെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ജനവികാരം, തൃശൂർ പൗരാവലിയുടെ ജനവികാരം, അത് സർക്കാരിനെതിരായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന UDFന് അനുകൂലമായിട്ട് അവർ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല, നമുക്കതിൽ എതിർപ്പില്ല. പക്ഷെ അല്ലാതെ അതിനപ്പുറത്ത് ഇതൊരു വോട്ടാക്കി മാറ്റണമെന്നോ അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയമായിട്ടൊരു ആയുധമായിട്ട് ഉപയോഗിക്കണമെന്നോ ഒന്നും കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. അത് ശരിയുമല്ല, അങ്ങനെ ചെയ്യാറുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇവിടെ ഇതിനു മുമ്പ് നരേന്ദ്രമോദി അവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ മറ്റേ വിഷ്വൽ പരിപാടികൾക്ക് തടസ്സമില്ലാതിരിക്കാൻ വേണ്ടി ആൽമരം മുറിച്ചു മാറ്റുന്ന അടക്കമുള്ള നിരവധി കാര്യങ്ങൾ അവിടെ നടന്നു. ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞ ബാരിക്കേഡ് വെച്ചപ്പോൾ ബാക്കി എല്ലാവരും നോക്കി നിന്നു എന്നാ. അങ്ങനെയാണെങ്കിൽ ബാരിക്കേഡ് വെച്ചപ്പോൾ BJPക്കാരും നോക്കി നിൽക്കുകയായിരുന്നു. ഈ രാത്രി 10:30 വരെ അലമ്പുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കുകയായിരുന്നു BJPക്കാരും. അങ്ങനെയല്ലല്ലോ, അവിടെ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. സുഗമമായിട്ടുള്ള പൂരം നടത്തിപ്പിന് വേണ്ടിയിട്ട് 2 മന്ത്രിമാരെ ക്യാമ്പ് ചെയ്യിപ്പിച്ച് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ, പോലീസിന്റെ സർവ്വസജ്ജമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ വിശ്വാസത്തിലെടുക്കാനാണ് പൗരാവലിയും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും എല്ലാവരും ശ്രമിക്കുന്നത്. നമ്മൾ അങ്ങനെ വിശ്വാസത്തിലെടുക്കണമല്ലോ, അതാണ് ഒരു സാമാന്യ മര്യാദ. അതിനപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ക്ഷേത്രങ്ങളുടെ നാട് മാത്രമാണ് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ക്ഷേത്രങ്ങളുടെ നാട് മാത്രമല്ല, അവിടെ പുരാതനമായിട്ടുള്ള ബസലിക്ക പള്ളിയുണ്ട്, അവിടെ ചേരമൻ ജുമാ മസ്ജിദിന്റെ സംസ്കാരമുണ്ട്. സർവ്വ മതങ്ങളുടെയും സർവ്വ സംസ്കാരങ്ങളുടെയും സംഗമ ഭൂമിയായിട്ടുള്ള സാംസ്കാരിക തനിമയുടെ കലാപരമായിട്ടുള്ള ഇതിന്റെ എല്ലാത്തിന്റെയും വിന്യാസ ഭൂമിയാണ്. ഒരൊറ്റ ഫ്രെയിമിൽ വർക്കിലെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അപ്പൊ ആ തൃശ്ശൂരിന്റെ സാംസ്കാരിക തനിമ, അതിന്റെ സാംസ്കാരിക ഉത്സവത്തെ തന്നെ ഓണം പോലെ, വിഷു പോലെ, അല്ലെങ്കിൽ ക്രിസ്തുമസ് പോലെയൊക്കെ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആളുകൾ ഒരു ആഘോഷമായിട്ട് കൊണ്ടാടുന്ന തൃശ്ശൂർ പൂരത്തിന്റെ പൊലിമ നശിപ്പിക്കാൻ ഈ സർക്കാർ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്നതല്ല. ഞങ്ങൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ് UDFന്റെ നേതാക്കന്മാർ പ്രകടിപ്പിക്കുന്നത്. ഇവിടെ ഏതാനും ചില ആളുകൾ വർഗീയമായിട്ട് അതിനെ തൃശ്ശൂർ പൂരത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളുടേതാണ്, സംഘപരിവാറിന്റെ ആണെന്നൊക്കെ ശ്രമിക്കാൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾ എതിർക്കുന്നത് ഈ തൃശ്ശൂരുകാരുടെ ഒരു പ്രത്യേക അവകാശമാണ് പകൽപൂരം. തൃശ്ശൂർ ജനതയുടെ അവരുടെ പൂരം, അവരുടെ ആഘോഷം അത് കുളമാക്കിയ ഈ സർക്കാരിനെതിരെ, സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ നമുക്ക് പ്രതിഷേധിക്കണ്ടേ? എത്രത്തോളം ബുദ്ധിമുട്ടാണ് നാട്ടുകാർ അനുഭവിച്ചത് പോലീസിന്റെ നടപടിയിലൂടെ. അപ്പോ ഇവിടെ ഇലക്ഷൻ കമ്മീഷനാണ് ഇതിന് ഉത്തരവാദി എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അല്ല ഇതിന്റെ ക്രമീകരണങ്ങൾ നടപ്പാക്കിയത്. ഇലക്ഷൻ കമ്മീഷൻ അല്ല തൃശ്ശൂർ പൂരം നടപ്പാക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിയത് ഈ കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ളപ്പോൾ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഉള്ളപ്പോൾ അവിടെ നേരത്തെ മന്ത്രിമാർ ഇടപെട്ട് മന്ത്രിമാരൊക്കെ പങ്കെടുത്ത് യോഗങ്ങൾ ചേർന്ന് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതാണ്. പിന്നീട് ഉദ്യോഗസ്ഥരുടെ യോഗങ്ങളിലാണ് ഇത്തരം മാറ്റങ്ങൾ സംഭവിച്ചതെന്നും അവിടെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ സാധിച്ചില്ല എന്നുള്ള വാദമാണ് LDFന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.
രഞ്ജിത്ത്, അതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഇലക്ഷൻ കമ്മീഷന്റെ കോഡ് ഓഫ് കോണ്ടക്ടിനെ ഇത്രയധികം ഭയപ്പെടുന്ന സർക്കാരാണെങ്കിൽ സംസ്ഥാനത്തെ PWD വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വരുന്ന ആള് മുഹമ്മദ് റിയാസ് സംസാരിക്കുമ്പോൾ CPM-ന്റെ നേതാക്കന്മാരും സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഇറങ്ങി ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടല്ലോ. പത്തനംതിട്ടയിലെ LDF-ന്റെ സ്ഥാനാർത്ഥി തോമസ് ഐസക് ഇലക്ഷൻ കമ്മീഷന്റെ കോഡ് ഓഫ് കണ്ടക്ട് ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ടല്ലോ. സംസ്ഥാനത്തുടനീളം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ LDF നേതാക്കന്മാർക്കെതിരെ നൽകുമ്പോൾ എല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് മാറി നിൽക്കാൻ നോക്കിയാൽ ഒരൊറ്റ ചോദ്യമുണ്ട്. ഈ 40 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പരിപാടികളുമായി ബന്ധപ്പെട്ട ഇതിന് അപ്പുറത്തും ഇപ്പുറത്തും ഈ ഉദ്യോഗസ്ഥരെ നയിക്കുന്നത്, ഇവരെ ഭരിക്കുന്നത് സംസ്ഥാനത്തെ പിണറായി വിജയന്റെ സർക്കാരല്ലേ? ഈ ഇലക്ഷൻ തീർന്നാൽ ജൂൺ 4 ശേഷം ഈ ഉദ്യോഗസ്ഥരെല്ലാം സംസ്ഥാന സർക്കാരിന്റെ, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ജോലി ചെയ്യുന്ന ആളുകളാണ്. ഈ പിണറായി വിജയന്റെ സർക്കാരിന്റെ നയങ്ങൾ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പൊ എല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ മാത്രമാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിൽ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഇതേ കമ്മീഷണറെ സംരക്ഷിച്ച് നിർത്തിയത്, അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്ത് നിർത്തിയത് പിണറായി വിജയന്റെ പോലീസ് വകുപ്പല്ലേ? അപ്പൊ അതിനൊക്കെ ഉത്തരം പറയേണ്ടത് ഇവരാണ്. ഇവിടെ ഇന്റലിജൻസ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് 10:30 തുടങ്ങുന്ന ബഹളം ഇത്രത്തോളം ബഹളമായിട്ട് പോലും അവിടെ ആരും എത്താതിരിക്കുകയും രണ്ട് മന്ത്രിമാർക്ക് ചുമതലയുണ്ടായിരുന്നു. കെ രാജൻ അടക്കമുള്ളവർ അവിടെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെത്തിയില്ല എന്നും രാവിലെയാണ് ഇവരുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായത് എന്നുള്ള ആക്ഷേപം ശക്തമായി തന്നെ ഉണ്ട്. രാധാകൃഷ്ണൻ അത് കൃത്യമായി പറയും. തിരിച്ചു വരാം താങ്കളിലേക്ക് വളരെ പെട്ടെന്ന്. കേശവദാസിലേക്കും ഇടവേളയ്ക്ക് ശേഷം. ദേശീയതലത്തിൽ രാധാകൃഷ്ണൻ, ഇവിടെ ഈ വിഷയം അത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. പൂരം അത് അങ്ങനെ ദൗർഭാഗ്യകര കാര്യങ്ങൾ സംഭവിച്ചു, പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് BJP ആണ് എന്നാണ്, അത്തരത്തിലാണ് പ്രചരണം ഉണ്ടാകുന്നത്. സൈബർ ഇടത്തിലൊക്കെ അത്തരം നിരവധിയായ കമൻറ്റുകൾ, സുരേഷ് ഗോപി ഇടപെട്ടാണ് ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കിയത് എന്നും തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ധാരാളമായി വരുന്നുണ്ട്. ഇത് നേരത്തെ ശ്രീ പൂരപ്രേമി കൂടിയായ ശ്രീ കേശവദാസ് പറഞ്ഞതുപോലെ അത്തരം രാഷ്ട്രീയ മുതലെടുപ്പുകൾ അത് ആ പാർട്ടികൾക്ക് നഷ്ടമേ ഉണ്ടാക്കൂ എന്നുള്ളൊരു മുന്നറിയിപ്പ്, അതിൻ്റെ മുന്നറിയിപ്പിൻ്റെ സ്വരത്തിൽ കാണുന്നുണ്ടോ അത്തരമൊരു വാദം? അല്ല, ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ പ്രശ്നമേ ഇല്ല. തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ എൻ്റെ സുഹൃത്ത് ജിൻഡോ അടക്കം പറഞ്ഞ വാക്കുകൾ ശരിയല്ല എന്ന അഭിപ്രായവും എനിക്കുണ്ട്. ഇപ്പോൾ ശബരിമലയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഈ സംഭവത്തെ ആദ്യമായി അവതരിപ്പിച്ചത് ഈ ചർച്ചയിൽ തന്നെ ജിൻഡോയാണ്, ഞാനല്ല. അപ്പോൾ ശബരിമല പോലെ തന്നെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ അന്യദേശങ്ങളിൽ നിന്ന്, അന്യ സംസ്ഥാനത്തു നിന്ന് അടക്കം അനേകം ആളുകൾ എത്തിച്ചേരുന്ന സുപ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരും നാലമ്പലവും ഒക്കെ ദർശനത്തിന് അന്യദേശങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്ന കേന്ദ്രം എന്ന അർത്ഥത്തിലാണ് ഞാനത് സൂചിപ്പിച്ചത്. ബസലിക്ക പള്ളിക്കും അതേപോലെ തന്നെ ചേരമാർ പള്ളിക്കും ഒക്കെയുള്ള പ്രാധാന്യം തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ തന്നെ അഭിമാന സ്തംഭമാണ്, അഭിമാന പ്രതീകങ്ങളാണ്. അപ്പോൾ ആ പ്രതീകങ്ങൾ തൃശ്ശൂരിലാണ് കൊള്ളുന്നത്. അപ്പോൾ ഇത് തൃശ്ശൂർ പൂരം തൃശ്ശൂരുകാരുടെ മാത്രമല്ല മലയാളിയുടെ മുഴുവൻ അഭിമാനത്തിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ ആ നിലയിലെല്ലാമുള്ള ആ കാര്യങ്ങളെ ഇകഴ്ത്തി കാണിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ പരിശ്രമിക്കുന്നത് തെറ്റാണ്. ഒന്ന്. രണ്ട്, ഇത് ഹൈന്ദവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആരാധനാ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആചരണം, ആ ആചരണത്തെ ഇല്ലാതാക്കിയിട്ട് എക്സിബിഷൻ മാത്രമാക്കുക എന്നുള്ള ഗൂഢലക്ഷ്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആർക്കൊക്കെ ഉണ്ട് എന്ന് അത് നടത്തുന്നവരെ കുറിച്ചിട്ട് നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പോൾ പൂരപ്രേമികളായിട്ടുള്ള ആളുകൾക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാവരും പൂരപ്രേമികളാണ്, അതിനോട് അങ്ങേയറ്റം പ്രതിബദ്ധതയുള്ളവരാണ്. ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ ആരാധനയോടെ അതിനെ നോക്കിക്കാണുന്നവരാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനോട് അങ്ങേയറ്റം പ്രതിബദ്ധതയുണ്ട്, അത് കാലാകാലങ്ങളിൽ നിലനിൽക്കണം. അപ്പോൾ ആ നിലനിൽക്കുമ്പോൾ അത് ഏതർത്ഥത്തിൽ ആരംഭിച്ചോ അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം അതേ നിലയിൽ തുടരണം. അതിന് ഭംഗം വരുത്തിക്കൊണ്ട് അതിൻ്റെ അവതരണ രീതിയെയോ അതിൻ്റെ മറ്റ് കാര്യങ്ങളെയോ അല്ലെങ്കിൽ ആചാരങ്ങളെയോ ഒന്നും ഇല്ലായ്മ ചെയ്യാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവിടെ UDF-ൻ്റെ അല്ലെങ്കിൽ ആരോപണം എന്ന് പറയുന്നത്, അവർ ഏത് ഇഷ്യൂ ഉണ്ടായാലും അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്ന ഏകപക്ഷീയമായ സമീപനം, ആ സമീപനമാണ് ഇവിടെ സുരേഷ് ഗോപി ആ സമയത്ത് വന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഉന്നയിക്കുന്നത്. സുരേഷ് ഗോപി അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ സമയത്ത് മാത്രമല്ല, അദ്ദേഹം തൃശ്ശൂരുമായി ബന്ധപ്പെടാൻ തുടങ്ങിയ കാലം മുതൽ പൂരത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുമാറാതെ ആ ചടങ്ങുകളിലെല്ലാം ഉണ്ട്. അത് ഈ വർഷം മാത്രമല്ല, പിന്നെ കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ ഇതേ ഉദ്യോഗസ്ഥൻ ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെന്ന്
പൂരപ്രേമിയായിട്ടുള്ള കേശവദാസ് തന്നെ ഇവിടെ പറയുമ്പോൾ സത്യത്തിൽ ഈ ആരോപണം ഉന്നയിച്ചവർ വ്യക്തമാക്കണം. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഗൂഢാലോചന എന്നാണല്ലോ UDF പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇത് ആരുടെ ഗൂഢാലോചനയായിരുന്നു? അതിന് മറുപടി അദ്ദേഹം പറയണം. അപ്പോൾ ഇത് കാലങ്ങളായിട്ടുള്ള ഒരു ആസൂത്രിത നീക്കം അല്ലെങ്കിൽ ആരുടെയോ ഒരു ഹിഡൻ അജണ്ട ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതടക്കം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലുള്ള അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവണം. അത് ജുഡീഷ്യൽ അന്വേഷണമാണെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം, ഹൈന്ദവ സംവിധാനങ്ങളുമായി ബന്ധമുള്ള ആരാധനാക്രമവുമായി ബന്ധമുള്ള ആളുകൾ കൂടി ചേർന്നത് അന്വേഷിക്കണം. കാരണം ഈ ആരാധനാക്രമത്തെ അട്ടിമറിക്കാൻ അവിടെ നീക്കമുണ്ടോ? ക്ഷേത്രത്തിനുള്ളിലുണ്ടായ സംഭവ വികാസങ്ങൾ, മേൽശാന്തിയെ തടയുന്ന സംഭവം, അല്ലെ മേൽശാന്തിക്കെതിരെ. അപ്പം അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കുമോ? പിന്നെ ഞാനിത് സൂചിപ്പിച്ചത് ഇവിടെ ഇപ്പം ഈ നിലയിലുള്ള ഒരു പരിശ്രമം മറ്റ് മതസ്ഥരുടെ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ കേരളത്തിൽ പോലീസ് അടുത്ത കാലത്തൊന്നും നടത്തിയതായിട്ട് നമ്മൾ കേട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു തെറ്റിദ്ധാരണയിൽ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാ മതസ്ഥർക്കും എല്ലാ വിശ്വാസികൾക്കും ഒന്നിച്ച് ഈ ഈശ്വരവിശ്വാസത്തിന് നേരെയുള്ള വിശ്വാസപരമായ സമീപനത്തിന് നേരെയുള്ള ഈ കടന്നുകയറ്റത്തെ അതിനെയാണ് ചെറുക്കേണ്ടത്. അതിനെ ആ കാഴ്ചപ്പാടിൽ തന്നെ വിശ്വാസികൾ ഒരുമിച്ച് നോക്കിക്കാണും, അതേപോലെ ആസ്വാദകർ ഒരുമിച്ച് നോക്കിക്കാണും. അതിന് ഒരുമിച്ച് നിന്ന് കാണുന്ന ആ സമൂഹത്തിനൊപ്പം നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ ആനയെഴുന്നള്ളിപ്പിന് പ്രശ്നമുണ്ടായ സമയത്ത് അതിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി സുരേഷ് ഗോപി വരുന്നത് ഇപ്പോൾ അല്ല. അതിന് കാലങ്ങളായി അദ്ദേഹം പരിശ്രമിക്കുന്നില്ലേ? അദ്ദേഹം പാർലമെന്റിലടക്കം ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ? അതേപോലെ ഈ സംഭവത്തിൽ തന്നെ അവസാന സമയം വരെ അത് പ്രശ്നമാക്കി പൂരം മുടക്കുകയല്ല വേണ്ടത്. കാരണം നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ പ്രതിഷേധമുണ്ടായി, ആ പ്രതിഷേധത്തിൻ്റെ പേരിൽ ചടങ്ങുകൾ മുടക്കാതെ നമുക്കത് പൂർത്തീകരിക്കണം എന്ന ഒരു അഭിപ്രായവുമായി അദ്ദേഹം അവസാന നിമിഷം വരെ അവിടെ അതുമായി ബന്ധപ്പെടാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ് ചിലരെയൊക്കെ അസ്വസ്ഥരാക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഈ പൂരം മുടക്കാൻ ഈ ഉദ്യോഗസ്ഥർ ശ്രമിച്ച കാര്യം പറഞ്ഞു. മറ്റൊന്ന്, ഈ എക്സിബിഷൻ ഗ്രൗണ്ടിന് ഭീമൻ വാടക ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. അങ്ങനെ നിരവധി ശ്രമങ്ങൾ. ഇപ്പോൾ ഈ സംഭവം കൂടി ഇങ്ങനെ ഈ ആചാരത്തെ, ഈ ഉത്സവത്തെ, ഈ ആഘോഷത്തെ ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അങ്ങനെ വേണം കരുതാൻ. തുടർച്ചയായുള്ള ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ അവർക്കാണ് മുന്നറിയിപ്പ് നൽകേണ്ടത്, അവരോടാണ് അത് കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് തിരുവമ്പാടി ദിവസമൊക്കെ വാർത്താ സമ്മേളനം നടത്തി നിയമം കൊണ്ടുവരണമെന്നും എഴുന്നള്ളത്തിനും വെടിക്കെട്ടിനുമൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു സമീപനം പൂരത്തോട് ഉണ്ടാകണം. ഇടപെടലുകൾ, ഈ രാഷ്ട്രീയ ഇടപെടലുകൾ, സർക്കാർ ഇടപെടലുകൾ കാര്യമായി സംഭവിക്കരുത് എന്നുകൂടി ചേർത്ത് വായിക്കണം ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ. ഇതിലിപ്പോ ഈ പൂരം സംബന്ധിച്ച് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ചില നിലപാടുകൾ വേണമെന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ അതേസമയത്ത് തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടും വടക്കുംനാഥ ക്ഷേത്ര മൈതാനവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ധാരാളം നിയമപ്രശ്നങ്ങൾ നിലവിലുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും കോടതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഈ ഭൂമിയുടെ സംബന്ധിച്ചും അവിടുത്തെ തറവാടകയെ സംബന്ധിച്ചും കോടതിയിൽ പല കേസുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടും, ആനയുടെ പല പൂരങ്ങളായിട്ടുള്ള ചടങ്ങുകളായിട്ട് ബന്ധപ്പെട്ട് പല കോടതി നിഗമനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് അതാത് സമയത്ത് ഇതില് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഭരണകൂടം ഇടപെട്ടുകൊണ്ട് പല കാര്യങ്ങളും മാറ്റം വരുന്നത്. ഇത് ഇന്നലെ തുടങ്ങിയ ഒരു സംഭവമല്ല. കാരണം ഇത് LDF UDF എന്നുള്ളതല്ല, ഭരണകൂടങ്ങൾ, അതായത് സംസ്ഥാന സർക്കാരോ ജില്ലാ ഭരണകൂടമോ നേരിട്ടിടപെടുന്ന ഒരു പൂരമായിട്ടാണ് തൃശ്ശൂർ പൂരം കാണുന്നത്. കാരണം ഇതൊരു ലോക്കൽ ഒരു സംവിധാനത്തിൽ നിൽക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് അതാത് സമയങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി പല പ്രാവശ്യം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടാണ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്. പിണറായി വിജയൻ അദ്ദേഹം പല പ്രാവശ്യം ഇടപെട്ടിട്ടുള്ളതാണ് ഈ വിഷയത്തിൽ. ഈ കഴിഞ്ഞ വർഷം പോലും അദ്ദേഹം ഇടപെട്ട സംഭവം ഉണ്ടായിട്ടല്ലോ. അപ്പൊ ഇത് പല രീതിയിലും മന്ത്രിതല തലത്തിലും ഒക്കെ ചർച്ച നടത്തിക്കൊണ്ട് പല അതാത് സമയങ്ങളിൽ മാറ്റം വരുത്തേണ്ടതും കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ മുഴുവൻ ഒരു എന്താ പറയാ, ഒരു ഗൂഢാലോചന എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത് നിയമപരമായിട്ട് കോടതിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ്. രണ്ടാമത് ഇതിൽ ഇപ്പൊ ഈ ഗൂഢാലോചന എന്ന് പറയുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ട് ഈ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഇപ്പോ നേരം രാത്രി ആണ് ഈ സംഭവം ഉണ്ടാവുന്നത്. പലരും ഈ തിരുവമ്പാടി ദിവസം തീരുമാനമെടുക്കുന്നത് രാത്രി ഏകദേശം 11:30-12 കൂടിയാണ്. കാരണം 11:30 മഠത്തിൽ വരവ് ആരംഭിച്ചതിന് ശേഷമാണ് ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നത്. അതുമായി ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ്. പക്ഷെ പിന്നീട് നമ്മൾ ഈ തുടർന്നുള്ള മണിക്കൂറുകളിൽ കാണുന്നത് വ്യാപകമായിട്ടുള്ള ഒരു സൈബർ ആക്രമണമാണ്. സൈബർ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അതായത് രണ്ട് വിഷയങ്ങളാണ് അതിൽ മെയിനായിട്ട് ഉയർന്നത്. ഒന്ന്,
നമ്മുടെ തൃശ്ശൂരത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി നേരിട്ട് വന്ന് പ്രശ്നം പരിഹരിച്ചു എന്ന രീതിയിൽ വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം. രണ്ടാമത് ശ്രീരാമന്റെ കൊട പ്രദർശിപ്പിച്ചു. അതിന്റെ പ്രതികാരം എന്നുള്ള രീതിയിലാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. ഇതെന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത് അതുമായി യാതൊരു ബന്ധവുമില്ല. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായി, അത് ശ്രീരാമന്റെ കൊടയെ കൊണ്ടുവന്നുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം ശ്രീരാമന്റെ കൊടയടക്കമുള്ള എല്ലാ കൊടകളും പല കൊടകളും തടഞ്ഞിട്ടുണ്ട്. അതായത് പാർമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും കൊടകൾ കൊണ്ടുവരുന്ന സമയത്ത് തിരക്ക് കാരണം കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് പോലീസിന്റെ ഭാഗത്ത് പല നടപടികളും ഉണ്ടായിട്ടുണ്ട്. ആനപ്പട്ട കൊണ്ടുപോകുമ്പോഴും ഉണ്ടായിട്ടുള്ളൂ. ശ്രീരാമന്റെ വിഗ്രഹം ഇത് മാത്രമല്ലല്ലോ. അപ്പൊ ഇത് ശ്രീരാമനെ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലത്തെ കുടകൾ പ്രദർശിപ്പിക്കുന്നത് എന്താ വെച്ചാൽ അതാത് സമയത്തുള്ള ട്രെൻഡിനനുസരിച്ചാണ് ഈ പൂരക്കുടകൾ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാഴ്ച വിസ്മയം ഒരുക്കുന്ന ഒരു കാര്യമാണ് തെക്കോട്ടറക്ക് എന്ന് പറയുന്നത്. ഈ രണ്ടു കൂട്ടരും പരമാവധി കുടകൾ മാറ്റുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്ത് കഴിഞ്ഞ വർഷം മെസ്സിയുടെ കുട പോലെ ഇറക്കിയിരുന്നു ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ. ഇതൊക്കെ ആ സമയത്ത് നടക്കുന്നതാണ്. ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു കുട ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പൂരത്തിനെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നത് എന്ന് പറയുന്നത് വളരെ ബാലിശമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം പിന്നെ സുരേഷ് ഗോപി ഇടപെട്ടു എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി അവിടെ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തിരുവമ്പാടി ദേവസ്വത്തിന് പിന്തുണ അറിയിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് തിരുവമ്പാടി ദേവസ്വം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് ഇടപെട്ടു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിച്ചില്ല. കാരണം അദ്ദേഹം കലക്ടറോട് ബന്ധപ്പെടുകയോ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യാതെ തന്നെ അത് പരിഹരിക്കാൻ ഇടപെട്ടു എന്നും പരിഹരിച്ചു എന്നും പറയുമ്പോൾ തന്നെ അത് വളരെ ബാലിശമായിട്ടാണ് ഈ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. തിരിച്ചു വരാം. അതിഥികളിലേക്ക് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ഉണ്ടാവുക. നിങ്ങളെല്ലാം കേട്ടു. ശ്രീ ജിൻഡോ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട യോഗം, അവരുടെ വാർത്താ സമ്മേളനം നടന്നിരുന്നു തിരുവമ്പാടി ദേവസ്വത്തിന്റെ. അവരുടെയൊക്കെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം, ഇത് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവരുത്, സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറ്റണം, നിയമം കൊണ്ടുവരണം, നിയമസഭ തന്നെ ഈ നിയമം പാസ്സാക്കണം. ഇതൊക്കെ കാലാകാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ്. കാരണം നമ്മുടെ ഈ വിഷയം മാത്രമല്ല, ആചാരാനുഷ്ഠാനങ്ങൾ അതേ രീതിയിൽ രാജ്യത്ത് സംസ്ഥാനത്ത് നിലനിൽക്കണം, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. എല്ലാ ഇത്തരം ഇടപെടലുകളിൽ നിന്നും രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്നും ഒഴിവാക്കണം. അത് എന്തുകൊണ്ടായിരിക്കാം അതിൽ ഒരു കൃത്യമായ നടപടികൾ ഇടപെടലുകൾ മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഭാഗത്തുണ്ടാകാത്തത് എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. രഞ്ജിത്തെ, അതിൽ ഒരു തിരുത്തല് നമ്മുടെ അതിന് മനസ്സിലാക്കുന്ന ഒരു രീതിയെ കുറിച്ച് ഞാൻ പറയട്ടെ. നമ്മൾക്ക് ഈ 8 വർഷം മുമ്പൊന്നും കേരളത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ രൂക്ഷമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പിണറായി സർക്കാരിന്റെ കാലം മുതലാണ് ഇങ്ങനെ പൂരവുമായി ബന്ധപ്പെട്ടോ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടോ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റു പല വിഭാഗങ്ങളിൽപ്പെട്ട വിശ്വാസങ്ങളും മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ കേരളത്തിൽ ഇത്രത്തോളം ഉയർന്നു വരികയും അത് നിത്യസംഭവമായി മാറുന്നത് പിണറായി സർക്കാർ ഭരിക്കാൻ തുടങ്ങിയ കാലം മുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാരിന്റെ നയപരിപാടി എങ്ങനെയാ? ഇപ്പൊ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട നടത്തിപ്പിന് ഇത്തരം നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ നയപരിപാടി രൂപീകരിക്കണം, കാലാനുസൃതമായിട്ട് രൂപീകരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് പോലും ആ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾ ഒന്നിച്ചെതിർക്കുകയും അതിനനുകൂലമായിട്ട് ജനവികാരത്തെ മാനിച്ചുകൊണ്ട് സർക്കാർ നിയമം വരെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കേരളത്തിൽ ഈ തൃശ്ശൂർ പൂരം ഏതെങ്കിലും ഒരു കമ്മീഷണറുടെ നേതൃത്വത്തിൽ കുളമാക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ സംസാരിച്ചു കിടന്ന ഒരു കാര്യമുണ്ടല്ലോ, കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ട് കുളമാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ ഈ വർഷവും ചുമതല ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് അജണ്ടയുടെ ഭാഗമാണ്. കാരണം കയറൂരി വിട്ട കാളയെ പോലെ പൂരപ്പറമ്പിൽ അലമ്പുണ്ടാക്കിയ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കേണ്ടത് ആരാ? ആ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമാർക്കാ? ആഭ്യന്തര വകുപ്പിനാ, തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല. ഉത്സവ പറമ്പുകളിൽ ആന ഇടയുന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ആനകളെ കൊണ്ടുവരുന്നതിന് നിരോധനം അല്ലെങ്കിൽ തടസ്സവാദം ഏർപ്പെടുത്തുന്ന വനം വകുപ്പ് പിന്നീട് ജനങ്ങളുടെ പ്രതിഷേധം തുടങ്ങി അതിൽ നിന്ന് പിന്മാറുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മതമിളകുമ്പോൾ അത്ര മതമിളകിയ പോലീസ് ഉദ്യോഗസ്ഥരെ പൂരപ്പറമ്പിൽ നിന്ന് മാറ്റി നിർത്താനുള്ള രാഷ്ട്രീയ ബോധം, സാംസ്കാരിക ബോധമെങ്കിലും കേരളത്തിലെ സർക്കാരിന് ഉണ്ടാകണമായിരുന്നു. അതുണ്ടായില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ശ്രീരാമന്റെ കുടയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുടകളൊക്കെ കാണുമ്പോൾ കേരളത്തിലെ പോലീസ് എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? ഇവിടെ അമ്പലങ്ങളും പള്ളികളുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് അവർ നടത്തുന്ന ഇത്തരം പരിപാടികളിൽ, അവരുടെ ആഘോഷ പരിപാടികളിൽ പോലീസിന് ഇത്രത്തോളം വിരളി കൊള്ളേണ്ട കാര്യം എന്താണുള്ളത്? അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ശബരിമലയായിട്ട് കണക്ട് ചെയ്തത്. പിന്നെ ഈ നേരത്തെ പൂരപ്രേമി പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഗോപി കളക്ടറോട് സംസാരിച്ചോ, പോലീസ് ചീഫിനോട് സംസാരിച്ചോ, ആരോട് സംസാരിച്ചിട്ടാണ് പ്രശ്നം പരിഹരിച്ചതെന്ന് കൂടി പറയണ്ടേ? ഇത് ഈ വടകരയിലെ നുണബോംബ് പോലെ അല്ലെങ്കിൽ വ്യാജ വീഡിയോ പോലെ ആളുകളുടെ ഇടയിൽ ഒരു ഇല്യൂഷൻ സൃഷ്ടിക്കുകയാണ്.
നടത്തുകയാണ്. ഇയാൾ എന്തോ ഇടപെടൽ നടത്തി എന്നൊരു ഇല്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെയാണോ കാര്യങ്ങൾ? വളരെ പെട്ടെന്ന് മറുപടി, 30 സെക്കൻഡ്. അത് പാളിപ്പോയി. നാട്ടുകാർ പിറ്റേ ദിവസം തന്നെ തിരിച്ചറിഞ്ഞു. അല്ലല്ല, അദ്ദേഹം അല്ലല്ല, ഇവിടെ സുരേഷ് ഗോപി ഇതിന് കളക്ടറോടും ഇവരോടും എല്ലാം മധ്യസ്ഥം സംസാരിച്ചു എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല, ആരും അവകാശപ്പെട്ടിട്ടില്ല. പിന്നെ അദ്ദേഹം സ്വാഭാവികമായി പൂരത്തോടുള്ള ആ പ്രതിബദ്ധത ഉൾക്കൊള്ളുന്ന ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ അതിന്റെ പൂരത്തിന്റെ സംഘാടകരോട് തന്നെ ചടങ്ങ് മുടങ്ങാതെ നടക്കണം എന്നുള്ള അഭിപ്രായം, അത് യോജിച്ചു പോകണം എന്നുള്ള നിലയിലുള്ള ഒരു സമീപനം. ആ സമീപനം അത് കളക്ടറുടെ നേരിലെ അല്ലല്ലോ, അത് നമ്മുടെ സംഘാടകരും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെയും ഇടയിൽ ഇത് മോശമാവാതെ, സിറ്റുവേഷൻ മോശമാകാതെ ഇത് പരിഹരിക്കണമെന്നുള്ള ഒരു വികാരം, അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതിനപ്പുറത്ത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമല്ല, നമ്മൾ എല്ലാവരുടെയും അഭിപ്രായം അതാണ്, അല്ലേ? പൂരവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും അഭിപ്രായം അതാണ്. ആ അഭിപ്രായം അതിനപ്പുറത്ത് അദ്ദേഹം എന്തെങ്കിലും നടത്തിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമില്ല, വേറെ ആരും പറഞ്ഞിട്ടില്ല, BJP പറഞ്ഞിട്ടില്ല, ആരും അവകാശപ്പെട്ടിട്ടുമില്ല. പിന്നെ അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രചരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ എന്തോ കുഴപ്പം കൊണ്ടാണ് എന്നുള്ള മട്ടിൽ പറഞ്ഞാൽ, സത്യത്തിൽ ഇതിനു മുമ്പ് പൂരത്തിനുണ്ടായ തടസ്സം നീക്കാൻ വേണ്ടി, ആന എഴുന്നള്ളിപ്പിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി, പൂരത്തെ പകിട്ടോടെ തൃശ്ശൂരിൻ്റെ അലങ്കാരമാക്കി മാറ്റാൻ വേണ്ടി ആത്മാർത്ഥമായി കഴിഞ്ഞ കാലത്ത് അടക്കം അദ്ദേഹം പാർലമെന്റിലടക്കം നടത്തിയ നിലപാടുകളും ഇതുമൊക്കെ ജനങ്ങൾക്കറിയാമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ചിന്തിക്കുന്നതിന് സ്വാഭാവികമായിട്ടും ആരാ മറുപടി പറയട്ടെ. നന്ദി ശ്രീ പ്രധാനപ്പെട്ട അതിഥികൾ, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ ജിൻഡോ ജോൺ, ഒപ്പം ശ്രീ കേശവദാസ് ചർച്ചയുടെ ഭാഗമായതിന്. ഈ തർക്കം അത് BJPക്ക് വോട്ടാകുമോ എന്നുള്ളതായിരുന്നു നമ്മൾ PD പോളിലൂടെ പ്രേക്ഷകരോട് ചോദിച്ചത്. വോട്ടാകുമെന്ന് 58% ആളുകൾ അഭിപ്രായപ്പെട്ടു. വോട്ടാകില്ല എന്ന് 35% ആളുകൾ അഭിപ്രായപ്പെട്ടു. നിഷ്പക്ഷമായി 4% ആളുകൾ അഭിപ്രായം പങ്കുവച്ചു. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. നീ